ഫുട്ബോളിൽ പലപ്പോഴും ടീമുകൾ 2 ഗോൾ സ്കോർ ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്യാറുണ്ട്. അത് ശരിക്കും മണ്ടത്തരം തന്നെയാണ്. ശരിക്കും നമ്മൾ ഫുട്ബോളിൽ ഡിഫെൻഡിങ് എന്ന് വെച്ചാൽ ആ ടീമിന് ഒരു ഡിഫൻസ് ഉണ്ടാവും, അവർ ഡിഫൻസീവ് ഡ്യൂട്ടി ചെയ്യും. പക്ഷേ എൻ്റെ ടീം ഡിഫൻസീവ് കളിച്ചാൽ അടുത്ത നിമിഷം തന്നെ ഗോൾ വീഴും. ഞാൻ എത്രയോ ടീമിനെ കണ്ടിട്ടുണ്ട് 3 ഗോളിന് ജയിച്ച് നിന്നിട്ട് 4-3 തോറ്റ ടീം, 5-3 തോറ്റ ടീം. ഇവിടെ സംഭവിക്കുന്നത് എന്താ, 2 ഗോൾ അടിച്ചിട്ട് പറയടാ എല്ലാവരും ഇറങ്ങി നമുക്ക് ഡിഫൻസിൽ നിന്ന് അങ്ങ് നിൽക്കാന്ന് പറയും. പക്ഷേ അതൊരു 10-20 മിനിറ്റ് ഡ്യൂറേഷനുള്ള മാച്ചിലാണ് നടക്കും. 90 മിനിറ്റ്സ് മാച്ചിൽ ആ ഡിഫൻസ് ഒന്നും നടക്കില്ല. അപ്പോൾ എന്താ ചെയ്യണം, തിരിച്ച് അറ്റാക്ക് തന്നെ ചെയ്യണം, ആ നോർമൽ അറ്റാക്ക് തന്നെ ചെയ്യണം. പക്ഷേ എവിടെയാണ് മിസ്റ്റേക്ക്, ഇതാണ് പോയിന്റ്. അതായത് നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ടീം ഷേപ്പ് ബിൽഡ് ചെയ്ത് തന്നെ അറ്റാക്ക് ചെയ്യണം. അതായത് നമ്മൾ എങ്ങനെയാണോ നമ്മൾ ടീം ഷേപ്പ്, ആ ടീം ഷേപ്പ് അതേ ടീം ഷേപ്പിൽ കീപ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്യണം. അല്ലാതെ വലിച്ചു വാരി അറ്റാക്ക് ചെയ്താൽ അവിടെ വിള്ളലുണ്ടാവും, ഗ്യാപ്പ് ഉണ്ടാവും, മറ്റേ ടീം സ്കോർ ചെയ്യും. അതും ഒരു അശ്രദ്ധ തന്നെയാണ്. അപ്പം 2 ഗോൾ അടിച്ചെന്ന് പറഞ്ഞ് ഡിഫൻസ് കളിക്കേണ്ട കാര്യമില്ല, നേരെ അറ്റാക്കിങ് ഗെയിം തന്നെ. മറിച്ച് എന്താ ചെയ്യേണ്ടത്, അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ടീം ഷേപ്പ് അതേ കണക്ക് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ പാളിച്ച വീഴും, ഗോൾ കയറും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്. 4 ഗോളിന് ജയിച്ചിരുന്നാലും അറ്റാക്കിംഗ് ഫുട്ബോൾ, ആ അറ്റാക്കിംഗ് ഫുട്ബോൾ ടീം ഷേപ്പ് ബിൽഡ് ചെയ്യുക. അങ്ങനെ കളിച്ചാൽ നിങ്ങൾ സക്സസ് ആവും. ഫുട്ബോൾ ഇനിയും വ്യത്യസ്ത വീഡിയോ ആയിട്ട് കാണാം.